മാറ്റമില്ലാത്തതായി മാറ്റം മാത്രം. ഇനി പാർട്ടിയിൽ അടിമുടി മാറ്റം. സെക്രട്ടറി മാറുക എന്നത് സ്വപ്നം മാത്രം. ഇത് എം.വി. ഗോവിന്ദൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. പാർട്ടിയിൽ അടിമുടി മാറ്റം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പാർട്ടിയിൽ ഉണ്ടാകേണ്ട അടിമുടി മാറ്റം? പക്ഷേ സെക്രട്ടറി മാറുക എന്നത് സ്വപ്നം മാത്രമാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. സെക്രട്ടറി വലിയ ബുദ്ധിമുട്ടായി, തലവേദനയായിട്ട് പാർട്ടിയെ തന്നെ വല്ലാത്ത പ്രശ്നത്തിൽ, പ്രതിസന്ധിയിലാക്കുകയാണ്. അല്ല, ഇപ്പൊ പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന CPM-നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഗോവിന്ദമാഷിന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പാർട്ടിയിൽ ഇപ്പൊ എല്ലാം മാറണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പാർട്ടി സെക്രട്ടറി ഒഴിച്ച് എല്ലാം മാറണം. ഇതാണ് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിന്റെ അടിസ്ഥാന ഘടകത്തിൽ പ്രധാനമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ്. ഈ കേരളത്തിലെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറികളും വലുതാ, അതിനേക്കാളും താഴെ ജനറൽ സെക്രട്ടറി വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണ്? അവർക്ക് വേണ്ടാന്ന് തോന്നണം. ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിക്ക് വേണ്ടാന്ന് തോന്നുന്നവരേക്കും പാർട്ടി സെക്രട്ടറിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഇപ്പൊ ഞാൻ പറയില്ല, ഇപ്പൊ ഡൽഹിയില് MEVV ഉണ്ട്, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി എന്നവര്. എന്ത് ജനറൽ സെക്രട്ടറി പുള്ളിക്ക് എവിടെ പോകാനുള്ളത്? പുള്ളിക്ക് ആകെ വരാനുള്ള സ്ഥലം കേരളം മാത്രമാണ്. കേരളം വിട്ടിവിടെ പുള്ളിക്ക് പണ്ട് ബംഗാളിൽ പോകാമായിരുന്നു, അത് കഴിഞ്ഞ് പുള്ളിക്ക് ത്രിപുരയിൽ പോകാമായിരുന്നു. ഇപ്പൊ ബംഗാളിൽ പോകേണ്ട ആവശ്യമില്ല, ത്രിപുരയിൽ പോകേണ്ട ആവശ്യമില്ല, തമിഴ്നാട്ടിൽ പോവുകയേ വേണ്ട, ബാക്കി കർണാടകത്തിലും പോണ്ട, തെലങ്കാനയിലും പോണ്ട, മറ്റേ ആന്ധ്രാപ്രദേശിലും പോണ്ട. ആകെ പോകാൻ അവശേഷിച്ചിരിക്കുന്ന ഏക സ്ഥലം പുള്ളിയെ സംബന്ധിച്ച് ഈ പറയുന്ന കേരളമാണ്. അപ്പൊ കേരളത്തിൽ വരണമെന്നിരിക്കട്ടെ, ഗോവിന്ദമാഷിന് അനുവാദം വേണം. ഗോവിന്ദമാഷ് പറയുന്നത് ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഇപ്പോഴെ വരണ്ട എന്ന് പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് പാർട്ടിയുടെ നയപരമായിരിക്കുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് പൂർണ്ണമായിട്ടും എം.വി. ഗോവിന്ദമാഷും അതേപോലെ തന്നെ പിണറായി വിജയനും കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ്. ഇതിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാല് പിണറായി വിജയനും ഗോവിന്ദമാഷും ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരാണ്. രണ്ടുപേരും ചിന്ത ഒരേപോലെയാണ്. പിണറായി വിജയൻ പറയുന്നത് എന്താ? മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് വേറെ ആളെ ചിന്തിക്കണ്ട, ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവ്, വയസ്സ് 78, 79, 80 കണ്ടേ, എത്ര എനിക്ക് ഓർമ്മയില്ല, ആ പ്രായമുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു റിട്ടയർമെന്റ് പ്രായമുണ്ട്. പക്ഷെ പിണറായി വിജയൻ റിട്ടയർമെന്റിന്റെ പ്രായമില്ല. പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ട് ED എങ്ങനെ അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ കൊണ്ട് നേരിടും. എന്ന് വെച്ചാൽ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. അത് പഴയ കാലത്ത് ഇന്ദിരാഗാന്ധി പറഞ്ഞ പോലെയാ, പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ്. സമാനം തന്നെയാണ് ഗോവിന്ദമാഷും പറയണത്. ഇപ്പൊ ഗോവിന്ദമാഷ് ഇടയ്ക്ക് പറഞ്ഞ് ഞാൻ ഇവിടെ മത്സരിക്കുന്നില്ല, ഇവിടെ തളിപ്പറമ്പില്, പകരം എന്റെ ഭാര്യ മത്സരിപ്പിച്ചോളൂ, ശ്യാമള ടീച്ചറിനെ മത്സരിപ്പിച്ചോളാൻ പറഞ്ഞ് അവര് മത്സരിച്ച് അവർ 8 നില പൊട്ടി. അപ്പൊ അങ്ങനെ പാർട്ടി എന്ന് പറയുന്നത് ഗോവിന്ദമാഷും അതേപോലെ തന്നെ പിണറായി വിജയനുമാണെന്ന് ഇവർ രണ്ടുപേരും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാർട്ടിക്ക് ഇവര് രണ്ടുപേരും ഇല്ലാതെ കണ്ട അസ്തിത്വമില്ല എന്നുള്ള നിലയിലേക്കാണ് പാർട്ടി. ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളി വർഗാധിഷ്ഠിത പ്രസ്ഥാനം എന്നൊക്കെയാ പറയാ. ഇതിനകത്ത് തൊഴിലാളി ഇല്ല, വർഗവും ഇല്ല, അധിഷ്ഠിതവും ഇല്ല, മൂന്നുമില്ല. ഈ മൂന്നുമില്ലാതെ കണ്ട് കേവലം വ്യക്തിയാധിഷ്ഠിത പ്രസ്ഥാനമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ലതാണ്. ഇപ്പൊ CC റിപ്പോർട്ട് ഇവർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം എന്തായിരുന്നു മുദ്രാവാക്യം. LDF അല്ലാണ്ട് മറ്റാരുണ്ട്? ഒരൊറ്റ ചോദ്യമാണ്, LDF അല്ലാണ്ട് മറ്റാരുണ്ട് എന്നൊരു ചോദ്യം. രണ്ടാമത് ചോദ്യം, ഇതിനെല്ലാം ഉത്തരം പറയാവുന്ന ഒരേ ഒരാള്, അത് കാരണഭൂതന്റെ പൂർണ്ണകായ ചിത്രം എല്ലാ സ്ഥലത്തും വെക്കുന്നു. ഈ ചിത്രം ഒന്ന് മാത്രം മതി. ആ ചിത്രം വച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി 8 നില പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ 2016 VS-ന്റെ മുഖം വെച്ച അധികാരത്തിൽ വന്നു. അതെ, കാരണം ഇദ്ദേഹത്തിന്റെ മുഖം കാണുന്ന സമയത്ത് തന്നെ, പിണറായി വിജയന്റെ മുഖം കാണുന്ന സമയത്ത് ജനങ്ങൾ വോട്ടിയില്ല. VS ജനകീയനായ നേതാവല്ലല്ലോ, ഒന്നുമില്ല. കാരണം ജനകീയനാവാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. നല്ലൊരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പാർട്ടി സെക്രട്ടറി നല്ലതെന്ന് പറയാൻ എനിക്ക് അഭിപ്രായം, പാർട്ടി സെക്രട്ടറി ആയിരുന്നു. കാരണം ഈ പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിൽപ്പെട്ട ആളിന് മതി. ഇപ്പൊ തന്നെ ഗോവിന്ദമാഷ് എന്ന് പറയുന്ന ആൾ, അയാൾ എവിടുത്തെ മാഷ, എന്തിന്റെ മാഷ, ഏതുവരെ അയാൾ പഠിച്ചിട്ടുള്ളത്, അയാളുടെ വിദ്യാഭ്യാസം ഒന്ന് വ്യക്തമാക്കട്ടെ. എന്ത് താത്വിക ചിന്ത അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹത്തിന് താത്വികമായിട്ടുള്ള ഒരു വിഷയം അദ്ദേഹത്തിന് അറിയാമോ? അറിയില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും എല്ലാം നമ്മൾ നിഴലിക്കുന്നത് നിലവാരം കുറഞ്ഞ രാഷ്ട്രീയമാണ്. അല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പൊ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പുതിയ താത്വികമാണിത്. മാറ്റമില്ലാത്തതായി മാറ്റം മാത്രം. ഇനി പാർട്ടിയിൽ അടിമുടി മാറ്റം. സെക്രട്ടറി മാറുക എന്നത് സ്വപ്നം മാത്രം. അല്ല, ഇതൊക്കെ പ്രാസമൊപ്പിച്ച് സംസാരിക്കലല്ലോ പാർട്ടിയുടെ സൈദ്ധാന്തികത എന്ന് പറയുന്നത് അത് മാനവരാശിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കേണ്ടതാണ് യഥാർത്ഥത്തില്. അങ്ങനെ മാനവരാശിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാനുള്ള ഒരു കരുത്തും ഇദ്ദേഹത്തിന് സംബന്ധിച്ചില്ല. അദ്ദേഹം ഒരു നല്ല വായനക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം ഒരു സൈദ്ധാന്തികനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
അദ്ദേഹത്തിന് വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അദ്ദേഹത്തിന് വലിയ പറയാനുള്ള ത്രാണിയുണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. മറിച്ച് അദ്ദേഹം ഒരു ബിലോ ആവറേജ് ആയിരിക്കുന്ന ഒരാള്. ആ ബിലോ ആവറേജ് ആയിരിക്കുന്ന ഒരുപക്ഷെ നമ്മൾ സാധാരണ മലയാളത്തിൽ ചൊല്ലുന്നുണ്ട് കുരുടൻ നാട്ടിൽ കോങ്ങണ്ണൻ രാജാവ് എന്നാ പറയുക. ഇങ്ങനെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരും വായിക്കുന്നവരും എഴുതുന്നവരും പറയുന്നവരും സംസാരിക്കുന്നവരും ഇല്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ഇന്ന് അവിടെ ഗോവിന്ദ മാഷ് സൈദ്ധാന്തികനാന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. കാരണം മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവാണ്. കാരണം ഇനി അവിടുത്തെ സൈദ്ധാന്തികൻ മറ്റൊരാളാരാ? എം എം മണിയാ. എം എം മണി സൈദ്ധാന്തികനാണ്. പി ജയരാജൻ സൈദ്ധാന്തികനാണ്. പി ജയരാജൻ 2-3 പുസ്തകം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമൊക്കെ പുള്ളി അങ്ങനെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ പി രാജനും എം വി ജയരാജനും മറ്റു വേറെ ജയരാജനുണ്ടല്ലോ മൂന്നാമത്, ആ ഇ പി ജയരാജൻ, അങ്ങനെയുള്ള ജയരാജന്മാരും എം എം മണിയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികന്മാര്. ആ കൂട്ടത്തിൽ താരതമ്യേന മെച്ചം കുറച്ചുകൂടി വിദ്യാഭ്യാസം ഉള്ളത് എം വി ഗോവിന്ദനാണ്. പുള്ളി 10ാം ക്ലാസ് പാസ്സായെന്ന് എന്റെ വിചാരം. അപ്പൊ പി ജയരാജൻ സെക്രട്ടറി ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതെ, അത് ഒരുപാട് ഗുണ്ടകൾ അത്തരത്തിൽ ധരിക്കാം. കാരണം പി ജയരാജൻ എന്ന് പറയുന്ന ആള് കൈ നഷ്ടപ്പെട്ട ചരിത്രം പോലും നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. കണ്ണൂരിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയിരുന്ന അതെ അദ്ദേഹത്തിന്റെ കളവിന്റെ കാപട്യത്തിന്റെ രസമാണ്. സ്വന്തം കൈവശം അദ്ദേഹം കൈവച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് നഷ്ടപ്പെടുന്ന ആളാണ് ഇദ്ദേഹം മാത്രമല്ലോ, ഇദ്ദേഹത്തിന് മുമ്പ് വേറെ ആളുണ്ടായിരുന്നു. അയാളുടെ പേര് രാജഗോപാൽ എന്നാണ്. കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ അച്ഛൻ. അദ്ദേഹത്തിന് ഇതുപോലെ അപകടം സംഭവിച്ചല്ലോ. എങ്ങനെ കയ്യിലിരിക്കുന്ന ബോംബ് പൊട്ടിത്തെറിച്ചതാ. കാരണം ബാഗിനകത്തേക്ക് ബോംബ് കഴിച്ചുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യുക. ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അപകടങ്ങൾ സംഭവിച്ചാൽ ആരെങ്കിലും വെക്കട്ടെ അവർ കയറാൻ തയ്യാറാവും. വേറെ ആരെങ്കിലും തലയിലേക്ക് ഇതിന്റെ ചുമലിലേക്ക് ഇത് വെച്ചു കൊടുക്കും. ഈ സംഭവം പിണറായി വിജയൻ തുടങ്ങിയ ഏർപ്പാടാ. 1969 മാണിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തുന്ന കേസിലും അതിനുശേഷം 70 നടന്നിരിക്കുന്ന വർഗീയ കലാപത്തിലൊക്കെ വ്യക്തമായിട്ട് പങ്കുണ്ടായിരുന്ന ആളാണ് പിണറായി വിജയൻ. ആ പങ്കൊക്കെ മറ്റുള്ളവരുടെ പേരിലേക്ക് മാറ്റിവെച്ചുകൊണ്ടൊരു കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നു അവരുടെ. പഴയ പി ടി തോമസ് അതിനെ കുറിച്ച് കേരളത്തിന് അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആള്, കുഞ്ഞിരാമൻ മരിച്ച് ഞങ്ങളുടെ സഖാവ് കുഞ്ഞിരാമൻ മരിച്ചത് അവിടെ പള്ളികൾ സംരക്ഷിക്കാൻ പോയിട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാലത്ത് പ്രചരണം നടത്തി. അന്ന് പിണറായി വിജയനും എം വി രാഘവനും പി ജയരാജന്മാരൊക്കെ കൂടി ചേർന്നിട്ടാണ് പ്രചരണം നടത്തിയത്. വസ്തുത എന്തായാലും അറിയാമോ? ഈ പറയുന്ന കുഞ്ഞിരാമൻ അവിടെയുള്ള പാനൂരുള്ള കള്ള് ഷാപ്പിൽ കയറി കള്ളു കുടിച്ചിട്ട് പണം കൊടുത്തില്ല. പണം കൊടുക്കായിരുന്നപ്പോൾ ജനൽ എടുത്തിട്ട് അടിച്ചാ പുള്ളിയെ അടി കൊണ്ട് ചത്തുപോയതാ. അടി കൊണ്ട് മരിച്ചിട്ടുള്ള കുഞ്ഞിരാമൻ തന്നെ കൊന്നത് ഞാൻ പള്ളി സംരക്ഷിക്കാൻ പോയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കൊല ചെയ്യപ്പെട്ടതെന്ന കുപ്രചനം നടത്തിയിരിക്കുന്ന ആൾ കുഞ്ഞിരാമനാണ്. ആ ഇതിന്റെ പ്രധാന സംഘാടകന്മാരെന്ന് പറഞ്ഞത് പിണറായി വിജയനും കൂട്ടരാണ്, എം വി രാഘവനും കൂട്ടരൊക്കെയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എക്കാലത്തും അവർ ചെയ്തിരിക്കുന്ന ഇത്തരത്തിൽപ്പെട്ട ചില നുണപ്രചരണങ്ങളാണ്. ഈ നുണപ്രചരണങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇനിയിപ്പോ പ്രസക്തിയില്ല. പണ്ട് ജയരാജൻ ഗോവിന്ദ മാഷ് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നുണയാണെന്ന് സത്യമാണെന്ന് ധരിക്കുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതുണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് ഗോവിന്ദ മാഷിന്റെ വിഖ്യാതമായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. പാലക്കാട് നിന്ന് ഒരു കൊട്ട അപ്പവുമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുക, കാലത്ത് പോവുക, അത് കഴിഞ്ഞ് അപ്പം അവിടെ മുഴുവൻ വിൽക്കുക, അടുത്ത ട്രെയിനിൽ മടങ്ങി വരിക, അടുത്ത ട്രെയിനിൽ കോഴിക്കോട് ഇവിടെ വരിക, പാലക്കാട് വരിക, ജീവിച്ചു പോവുക എന്ന് പറയുന്ന അപ്പം വിൽക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോകുന്ന കഥ പറയുന്ന മന്ദബുദ്ധിയായിട്ടുള്ള പാർട്ടിയുടെ നേതാവാണ് എം വി ഗോവിന്ദ മാഷ്. അയാളുടെ ബുദ്ധിയുള്ള ആളെന്ന് എങ്ങനെ പറയാ? സാമാന്യ അദ്ദേഹം ബുദ്ധിപരമായിട്ടുള്ള ഏതെങ്കിലും പ്രസ്താവന കഴിഞ്ഞൊരു 10 വർഷക്കാലത്തിനിടയ്ക്കായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? പക്ഷെ മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് താനും. ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ടത്തരങ്ങളുടെ അധ്യാപകനാണ് ഗോവിന്ദ മാഷ്.